വെൽക്കം ടു അനദർ വീഡിയോ. ഇന്ന് എൻ്റെ കയ്യിലുള്ളത് BS6 ഹിമാലയൻ ആണ്. ഹിമാലയൻ 2016 വണ്ടി ലോഞ്ച് ആയിരിക്കുന്നത് ഇന്ത്യയിൽ. ഫസ്റ്റ് ഇറങ്ങിയ മോഡലിൽ കുറേ ഇഷ്യൂസൊക്കെ ഉണ്ടായിരുന്നു. BS6 ആയപ്പോൾ ആ ഒട്ടുമിക്ക ഇഷ്യൂസും വണ്ടിയിൽ സോൾവ് ആയിട്ടുണ്ട്. ഫസ്റ്റ് ഇറങ്ങിയപ്പോൾ ആ ഒരു ചാസി ബ്രേക്ക് ആകുന്നൊരു ഇഷ്യൂ, പിന്നെ എഞ്ചിൻ വൈസ് ആണെങ്കിലും കുറേ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അതൊക്കെ നികത്തിക്കൊണ്ട് ഇപ്പോൾ ഈ വണ്ടിയുടെ ചാസി റീഡിസൈൻ ചെയ്തിട്ടുണ്ട്. പിന്നെ എഞ്ചിനിലുള്ള പോരായ്മകളൊക്കെ ഇപ്പം കുറേ നികത്തിയിട്ടുണ്ട്. BS4 വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഈ വണ്ടിയുടെ റിഫൈൻമെൻറ്റ് നല്ല രീതിയിൽ കൂടിയിട്ടുണ്ട്. പിന്നെ എക്സോസ്റ്റ് നോട്ടും ചേഞ്ച് ആയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ എഞ്ചിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഒരു 411cc എഞ്ചിനാണ്. BS4 വെച്ച് നോക്കുമ്പോൾ 24.3 ആയിട്ട് ഇതിൻ്റെ BHP കുറഞ്ഞിട്ടുണ്ട്. ടോർക്ക് അതേപോലെ തന്നെ ഒരു 32 Nm തന്നെ ഇപ്പോഴും ഉണ്ട്. ഈ വണ്ടിയുടെ ഒരു എൻജോയബിൾ ആയിട്ടുള്ളൊരു സ്പോട്ട് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ലോ എൻഡും മിഡ് എൻഡും ആണ്. ഇതൊരു ടോപ്പ് എൻഡിന് ഉള്ളൊരു വണ്ടിയല്ല. ലോ എൻഡും മിഡ് എൻഡും നിങ്ങൾക്ക് നല്ല രീതിയിൽ എൻജോയബിൾ ആണ്. പ്രീവിയസ് മോഡലിൽ തന്നെയാണെങ്കിൽ എഞ്ചിൻ വൈസ് കുറേ ഇഷ്യൂസൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു വണ്ടിയിൽ ആ ഇഷ്യൂസ് എല്ലാം നല്ല രീതിയിൽ സോൾവ് ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ ഒരു 8000 ക്ലോക്ക് ചെയ്ത വണ്ടിയാണ്. വണ്ടി ഇപ്പോഴും പക്കാ നീറ്റാണ്. പിന്നെ ഇതിൻ്റെ ബ്രേക്കിങ്ങിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഫ്രണ്ടിൽ ഒരു 300 mm ഡിസ്കും ബാക്കിൽ ഒരു 240 mm ഡിസ്ക് വരുന്നത് വിത്ത് ഡ്യുവൽ ചാനൽ ABS. ഈ ബ്രേക്കിംഗ് സാറ്റിസ്ഫൈങ് ആണെന്ന് വെച്ചാൽ ഒരു 80+ അല്ലെങ്കിൽ ഒരു ബിലോ 80 ആ റേഞ്ചിലൊക്കെ ആണെങ്കിൽ ഇത് നല്ല ജസ്റ്റിസ് ചെയ്യുന്നുണ്ട്. പക്ഷേ അതിന് മേലോട്ടുള്ളതിലൊന്നും അത്ര പോരാ. ഫ്രണ്ട് ഡിസ്കിന് അത്ര അത്യാവശ്യം ബൈറ്റുണ്ട്, ബാക്കും കുഴപ്പമില്ലാന്നേ ഉള്ളൂ. ഇതിന് പറഞ്ഞല്ലോ ഡ്യുവൽ ചാനൽ ABS വരുന്നത്. പ്രീവിയസ് മോഡൽ വെച്ച് നോക്കുകയാണെങ്കിൽ അതിന് ABS ഉണ്ടെങ്കിലും സ്വിച്ചബിൾ അല്ലായിരുന്നു. പക്ഷേ ഈ വണ്ടിയിൽ സ്വിച്ചബിൾ ആയിട്ടുണ്ട്. അത് നിങ്ങളിപ്പോൾ ഓഫ് റോഡ് ചെയ്യുന്നൊരു സമയത്ത് ABS ഉള്ള ഒരു വണ്ടി കൊണ്ട് ഓഫ് റോഡ് ചെയ്യാന്നൊക്കെ പറഞ്ഞാൽ കുറച്ച് ഡിഫിക്കൽട്ടായിട്ടുള്ള കാര്യമായിരിക്കും. അപ്പം ഈ വണ്ടിയിൽ സ്വിച്ചബിൾ ആക്കിയത് നല്ലൊരു അപ്ഡേഷനാണ്. പിന്നെ ഇതിൻ്റെ സസ്പെൻഷൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഒരു ലോങ് ട്രാവൽ സസ്പെൻഷൻ വരുന്നത്. ഓഫ് കോഴ്സ് ഇത് ഓഫ് റോഡ് വണ്ടി കൊണ്ട് തന്നെ ഒരു ലോങ് ട്രാവൽ സസ്പെൻഷനാണ് വരുന്നത്. ഒരു ഓഫ് റോഡിലോ അല്ലെങ്കിൽ ഇച്ചിരി ബമ്പിയായിട്ടുള്ള റോഡിലോ ഒക്കെ നല്ല രീതിയിൽ നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. അതേസമയം ഒരു സ്ട്രേറ്റ് സ്ട്രെച്ച് കണ്ടിന്യൂസ് പോകുകയാണെങ്കിൽ ഒരു ടോപ്പ് എൻഡിലോ അല്ലെങ്കിൽ ഒരു 110 ആ റേഞ്ചിലൊക്കെ പോകുകയാണെങ്കിൽ വണ്ടി ഇതൊരു സോഫ്റ്റ് ആയിട്ടുള്ള സസ്പെൻഷൻ ആയിട്ട് തന്നെ വണ്ടി വോബിൾ ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ഹെഡ്ലൈറ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇതിൻ്റെ ടെയിൽ ലൈറ്റ് ഒഴിച്ച് ബാക്കിയെല്ലാം ഹാലജനാണ് വരുന്നത്. വിസിബിലിറ്റി ഉണ്ടെന്ന് ചോദിച്ചാൽ ലോ ബീമിലൊക്കെ ഡീസൻ്റ് ആയിട്ടുള്ളൊരു വിസിബിലിറ്റി ഉണ്ട്. ഹൈ ബീമിൽ അത്ര പോരാ. പിന്നെ നിങ്ങളിപ്പോൾ ഒരു ലോങ് ടൂറോ അല്ലെങ്കിൽ ഒരു ഓഫ് റോഡ് ചെയ്യുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് ഓച്ചിലൊരു ആഡ് ചെയ്യാം. അടുത്ത് ഇതിൻ്റെ ടയറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഫ്രണ്ടിൽ ഒരു 90 സെക്ഷൻ ടയറും ബാക്കിൽ ഒരു 120 സെക്ഷനുമാണ് വരുന്നത്. സ്പോക്ക് വീൽസ് ആണ്. ട്യൂബ്ലെസ് ടയറല്ല, ഇത് ട്യൂബുള്ള ടയറാണ്. ഒരു ഓഫ് റോഡോ അല്ലെങ്കിൽ അഡ്വഞ്ചർ റൈഡോ പോകുമ്പോൾ ട്യൂബ്ലെസ്സിനേക്കാളും എന്തുകൊണ്ടും ബെറ്റർ ട്യൂബുള്ളൊരു ടയർ തന്നെയാണ്. അടുത്ത ഈ വണ്ടിയുടെ സീറ്റിനെ പറ്റി പറയുകയാണെങ്കിൽ നല്ല രീതിയിൽ കംഫർട്ട് വരുന്നൊരു സീറ്റാണ്. പില്ലനാണെങ്കിലും അല്ലെങ്കിൽ റൈഡറിൻ്റെ സീറ്റാണെങ്കിലും നല്ല രീതിയിൽ കംഫർട്ടുണ്ട്. ഇത് പക്ഷേ കംഫർട്ടാണെന്ന് ചോദിച്ചാൽ നിങ്ങളിപ്പോൾ ഒരു 200+ അല്ലെങ്കിൽ 250 അങ്ങനെ ഒരു സ്ട്രെയിറ്റ് സ്ട്രെച്ച് പോകുകയാണെങ്കിൽ സീറ്റിന് കംഫർട്ടില്ലായ്മയല്ല, ആ ഒറ്റ ഇരിപ്പ് ഇരിക്കുന്നതുകൊണ്ട് തന്നെ നിങ്ങളുടെ ബട്ടക്സിനൊക്കെ ചെറിയ രീതിയിലൊരു പെരുപ്പൊക്കെ ഫീൽ ചെയ്യും. അത് വൈബ്രേഷൻ കൊണ്ടൊന്നും ഉള്ളതല്ല, ആ ഒരേ ഇരിപ്പ് ഇരിക്കുന്നതിൻ്റെ ഉള്ള രീതി കൊണ്ടാണ്. പിന്നെ ഈ വണ്ടിയുടെ സീറ്റ് ഹൈറ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഒരു 800 mm സീറ്റ് ഹൈറ്റ് ഉണ്ട് ഈ വണ്ടിക്ക്. എന്നെ സംബന്ധിച്ച് കയറിയിരിക്കുകയാണെങ്കിൽ എനിക്ക് ടോയും അല്ല എന്നാൽ രണ്ട് സൈഡും പ്ലാന്റഡ് ഫുട്ടും അല്ല, ആ രീതിയിലാണ് എനിക്ക് ഇരിക്കാൻ പറ്റുന്നത്. പിന്നെ ഹാൻഡിൽ ബാറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നല്ല അപ്രൈറ്റ് ആയിട്ടുള്ളൊരു സീറ്റിംഗ് പോസ്റ്റർ നമുക്ക് കിട്ടുന്നത്. ഒത്തിരി സ്ട്രെസ് അല്ല, നമുക്ക് റിലാക്സ്ഡ് ആയിട്ട് എത്ര ദൂരം വെള്ളം ഓടിക്കാം, ആ രീതിയിലുള്ളൊരു പോസ്റ്ററാണ് വരുന്നത്. എൻ്റെ ക്ലച്ചിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഹാർഡാണ്. പിന്നെ പ്ലേ ഇല്ലാത്തതുകൊണ്ട് അതുകൊണ്ട് വലിയ സീൻ വരത്തില്ല. പിന്നെ മീറ്റർ കൺസോളിലേക്ക് പോകുകയാണെങ്കിൽ ഒരു സ്പീഡോമീറ്റർ, പിന്നെ ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്റർ ഉണ്ട്, ഓഡോമീറ്റർ, പിന്നെ ട്രിപ്പ് A ട്രിപ്പ് B, പിന്നെ ഇവിടെ കുറേ വാണിംഗ് ലാംപ്സ് ഉണ്ട്, പിന്നെ RPM, ഫ്യൂവൽ ഗേജ്, പിന്നെ ഒരു കോമ്പസ് വരുന്നുണ്ട്. പിന്നെ ഇത് ABS സ്വിച്ച്. പിന്നെ 2021 ആയപ്പോഴത്തേക്ക് ഇവിടെ ഒരു ചെറിയൊരു TF സ്കീം വരുന്നുണ്ട്. നിങ്ങൾക്ക് നാവിഗേഷൻ കണക്ട് ചെയ്യാം ഫോണിൽ കൂടെ. പിന്നെ സ്വിച്ചസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ബേസിക് ആയിട്ടേ ഉള്ളൂ. പാസ്, ഹൈ ബീം, ലോ ബീം ഇൻഡിക്കേറ്റർ, ഹോൺ, പിന്നെ സെൽഫ്, ഹസാഡ്, പിന്നെ ഹിൽ സ്വിച്ച്. പിന്നെ ഇതൊരു ഫ്യൂൽ ഇഞ്ചക്റ്റഡ് ബൈക്കാണ്. അതിനെന്തിനാണ് ചോക്ക് വന്നേക്കാണെന്ന് എനിക്കറിയത്തില്ല. അത്രയൊക്കെയുള്ള മീറ്ററിൽ. പിന്നെ ഇതിൻ്റെ ടാങ്ക് കപ്പാസിറ്റിയുടെ കാര്യം പറയുകയാണെങ്കിൽ ഒരു 15 ലിറ്റർ ടാങ്ക് കപ്പാസിറ്റി ഉണ്ട്. ഇത് ടൂറിംഗ് ബൈക്ക് എന്ന നിലയ്ക്ക് ഇതിന് ആവശ്യമുള്ളൊരു ഫ്യൂൽ ടാങ്ക് കപ്പാസിറ്റി ഉണ്ട്. പിന്നെ നിങ്ങളൊരു ലോങ് ടൂറിംഗ് ഒക്കെ പോകുന്നതാണെങ്കിൽ ഈ ഒരു സ്റ്റേയിൽ നിങ്ങൾക്ക് ചെറിയിക്കാനൊക്കെ ആഫ്റ്റർ മാർക്കറ്റായിട്ട് ചെയ്യാം. ഈ വണ്ടിക്ക് ഒരു ആവറേജായിട്ട് 25 വരെ കിട്ടുന്നുണ്ട്. ഈ വൈസർ എത്ര വിൻ പ്രൊട്ടക്ഷൻ നൽകുന്നുണ്ടെന്ന് ചോദിച്ചാൽ ഒരു 90-80 ആ റേഞ്ചിലൊക്കെ നല്ല രീതിയിൽ വിൻ പ്രൊട്ടക്ഷൻ ഉണ്ട്. അതിന് മണ്ടയ്ക്കോട്ട് പോകുമ്പോൾ അത്രയ്ക്കൊന്നുമില്ല. 2021 മോഡലിലാണെങ്കിൽ ഈ വൈസർ കുറച്ചുകൂടെ റീഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഇതിന് ഹീറ്റിംഗ് ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഒരു ബമ്പർ ടു ബമ്പർ ട്രാഫിക്കിലൊക്കെ ഉള്ളൂ അത്യാവശ്യം ഹീറ്റിംഗ്. അത് നിങ്ങളുടെ കാലിലോട്ടേ അടിക്കത്തുള്ളൂ, അല്ലാതെ ഓവർ ഹീറ്റിംഗ് ആയിട്ടൊന്നും ഫീൽ ചെയ്യത്തില്ല. പിന്നെ BS4 BS6 തമ്മിൽ എങ്ങനെ വേർതിരിച്ചറിയാമെന്ന് ചോദിച്ചാൽ ഒന്ന് മെയിൻ കാര്യം ഇതിൻ്റെ ഒരു പെയിൻ സ്കീമാണ്. കഴിഞ്ഞ മോഡൽ വെച്ച് നോക്കുമ്പോൾ ഇതിൻ്റെ പെയിൻ ക്വാളിറ്റി അത്യാവശ്യം നല്ലതാണ്, വണ്ടിയുടെ ബിൽഡ് ക്വാളിറ്റി അത്യാവശ്യം നല്ലതാണ്. പിന്നെ ഒരു മെയിൻ ഐഡൻറ്റിറ്റിയാണ് ഈ ഒരു എക്സ്ട്രാ ഈ ഒരു കാറ്റലിറ്റിക് കൺവെർട്ടർ. പിന്നെ ബാക്കിൽ ഒരെണ്ണം വരുന്നുണ്ട് എമിഷൻ നോംസ് കാരണം. ഈ വണ്ടി ഒരു തുടക്കക്കാരന് പറ്റിയാണോയെന്ന് ചോദിച്ചാൽ ഇതൊരു തുടക്കക്കാരന് പറ്റിയ വണ്ടിയല്ല. കാരണം ഇത് നിങ്ങളിപ്പോൾ ഞാനൊരു ടോപ്പ് എൻഡ് വെച്ചാൽ അല്ലെങ്കിൽ അത്ര മാരകോട്ട പവറുള്ളതെന്ന ഒരു രീതി വെച്ചല്ലേ ഈ വണ്ടി ബിഗിനറിന് പറ്റിയല്ലെന്ന് പറഞ്ഞാൽ. ഇതൊരു 199 kg ഈ വണ്ടിക്ക് കർബ് വെയിറ്റ് ഉണ്ട്. അപ്പം തന്നെ നിങ്ങളിപ്പോൾ ഈ വണ്ടി എടുത്തിട്ട് ഓഫ് റോഡോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പോകുകയാണെങ്കിൽ ഈ വണ്ടിക്ക് അത്യാവശ്യം വെയിറ്റ് ഉള്ളതാണ്. ഇൻ കേസ് നിങ്ങളുടെ കയ്യിൽ നിന്ന്
ചരിഞ്ഞു എല്ലാം പോവുകയാണെങ്കിൽ നിങ്ങൾ അത്യാവശ്യം നല്ല ഫിസിക്കുള്ളതാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ഈ വണ്ടി നിൽക്കണമെന്നില്ല. ഞാൻ പറഞ്ഞില്ല ഒരു 800 mm ഹൈറ്റ് വണ്ടിക്ക്. അന്നേരം നിങ്ങളൊരു 5.5 അതിന് മേലെ ഹൈറ്റ് ഒന്നും ഇല്ലെങ്കിൽ ചിലപ്പം ഒരു സ്റ്റീപ്പിൽ വന്ന് നിങ്ങൾ കാല് കുത്താൻ നോക്കിയാൽ ചിലപ്പം കുത്താൻ പറ്റില്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങളും വണ്ടി ഫോളോ ആകാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട്. പിന്നെ നിങ്ങൾ ഈ വണ്ടി എടുക്കുകയാണെങ്കിൽ തന്നെ ഒരു ടോപ്പ് എൻഡ് ഒന്നും പ്രതീക്ഷിച്ച് വണ്ടി എടുക്കരുത്. ഇതിൻ്റെ ഒരു സ്വീറ്റ് സ്പോട്ട് എന്ന് പറഞ്ഞാൽ ഒരു 90 to 110, അതൊക്കെ ഈ വണ്ടിയുടെ ഒരു സ്വീറ്റ് സ്പോട്ട്. അത് കഴിഞ്ഞാൽ വണ്ടി സ്ട്രെസ്ഡ് ആയിട്ട് വണ്ടിക്ക് ഫീൽ ആവും. നിങ്ങളൊരു ടൂറിംഗ് പർപ്പസ് നിങ്ങൾക്ക് ഇച്ചിരി റിലാക്സ്ഡ് ആയിട്ട് അല്ലെങ്കിൽ ആ റൈഡ് എൻജോയ് ചെയ്ത് ഓടിക്കണം എന്നൊക്കെ ഉള്ള ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഈ വണ്ടി ഡെഫിനറ്റ്ലി നോക്കാം. ഒരിക്കലും ടോപ്പ് എൻഡ് പ്രതീക്ഷിച്ച് വണ്ടി വരരുത്. ഇതൊരു ടോപ്പ് എൻഡുള്ള വണ്ടിയല്ല. നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും ഏത് രീതിയിലും എങ്ങനെ വേണം കയറി പോകാം. അതിനുവേണ്ടി ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു വണ്ടിയാണ്. അതാണ് ഈ വണ്ടിയുടെ ഒരു പർപ്പസ് എന്ന് പറഞ്ഞാലും. ഇതൊരു പ്യൂർ ഓഫ് റോഡിംഗ് ബൈക്കാണ്, അല്ലെങ്കിൽ ആ ഭയങ്കര രീതിയിൽ അഡ്വഞ്ചറസ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു വണ്ടിയാണ്. അതൊരു ചെറിയൊരു ബിഗറിനും പറ്റിയതല്ല. നിങ്ങൾക്കൊരു ബിഗിനർ ആണെങ്കിൽ നിങ്ങൾക്ക് എക്സ്പെൻസിലേക്ക് നോക്കാം. ഒരു ഇന്റർമീഡിയറ്റ് അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ ഓഫ് റോഡേഴ്സിന് വേണ്ടി ഉള്ളൊരു വണ്ടിയാണ്. അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. ഞാൻ മുമ്പേ പറഞ്ഞല്ലോ ഈ വണ്ടിക്ക് ഒരു 199 kg വെയിറ്റ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഓടിച്ചു കഴിഞ്ഞാൽ ഈ വണ്ടിക്ക് ആ ഒരു വെയിറ്റ് ഫീൽ ചെയ്യത്തില്ല. ഇപ്പോൾ ആറിയുടെ മറ്റു വണ്ടികൾ നോക്കിയാൽ ഇപ്പം ക്ലാസിക് 350 അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് അങ്ങനെയുള്ള വണ്ടികളെല്ലാം നോക്കുവാണെങ്കിൽ അത് ഓടിക്കുമ്പോഴും ഇപ്പം നിങ്ങൾ ചെറുതായിട്ട് തിരിക്കാൻ നോക്കിയാൽ ആ ഒരു വെയിറ്റ് ഫീൽ ചെയ്യും. പക്ഷേ ഈ ഒരു വണ്ടിയുടെ കാര്യത്തിൽ ആ ഒരു കുഴപ്പമില്ല. വണ്ടി ഓടിക്കഴിഞ്ഞാൽ ഇത്രയും വെയിറ്റ് ഉള്ളൊരു വണ്ടി ഓടിക്കുന്ന ഒരു ഫീൽ ചെയ്യത്തില്ല. നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു ട്രാഫിക്കൂടെ ഇച്ചിരി സ്കില്ലുണ്ടെങ്കിൽ ഫ്ലിക്ക് ചെയ്തൊക്കെ പോകാം വണ്ടി കൊണ്ട്. എന്നാലും ഓഫ് റോഡ് കൊണ്ടുപോകുന്ന സമയത്ത് നിങ്ങൾ അത്ര ഹൈറ്റ് ഉള്ള ആളല്ലെങ്കിൽ ഒരു സ്റ്റീപ്പി വല്ലതും ആണെങ്കിൽ വണ്ടി ഇപ്പം കാല് കുത്താൻ നോക്കിയാൽ ചിലപ്പോൾ വീണുള്ളൊരു ചാൻസ് ഒക്കെ ഉണ്ട്. പിന്നെ ഇതിൻ്റെ ഗിയറിങ്ങിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഒരു ADVക്ക് വേണ്ടതായിട്ടുള്ള ഒരു ടൈറ്റ്നസ് ഒക്കെ ഉള്ളൊരു ഗിയറാണ് ഇതിന് വരുന്നത്. ഇതുവരെ ഒരു ഫോൾസ് ന്യൂട്രൽ അങ്ങനെ ഒന്നും ഈ വണ്ടിയിൽ ഇതിൻ്റെ ഒരു ഗിയറിങ്ങിൻ്റെ ഭാഗത്തൊന്നും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. എഞ്ചിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇതൊരു പക്ക ഓഫ് റോഡിങ് എഞ്ചിനാണെന്ന് ഞാൻ പറയും. കാരണം ഇപ്പം നിങ്ങൾ ഹാറിയുടെ മറ്റ് ബൈക്സ് നോക്കിക്കഴിഞ്ഞാൽ എല്ലാത്തിനും ഒരു 350 എഞ്ചിൻ വരുന്ന എല്ലാം ഒരു സെയിം എഞ്ചിൻ തന്നെയാണ് ഷെയർ ചെയ്യുന്നത്. പക്ഷേ ഈ ഒരു എഞ്ചിൻ ഈ ഒരു വണ്ടി മാത്രമേ ഉള്ളൂ. അതിനർത്ഥം ഈ ഒരു എഞ്ചിൻ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ പർപ്പസ് എന്താണ് അതിനുവേണ്ടി മാത്രമാണ്. മറ്റു ബ്രാൻഡ്സ് നോക്കുവാണെങ്കിൽ ഒരു സ്പോർട്സ് ടൂറിംഗ് ബൈക്കിൻ്റെ എഞ്ചിൻ എടുത്തിട്ട് അതൊരു ഓഫ് റോഡ് കോസ്മെറ്റിക് ഉണ്ടാക്കിയിട്ട് അതിൽ ഫിക്സ് ചെയ്യുക, അല്ലെങ്കിൽ അതിൽ ഷെയർ ചെയ്യുക. പക്ഷേ ഈ വണ്ടിയുടെ എഞ്ചിൻ എന്ന് പറഞ്ഞാൽ വേറൊരു വണ്ടിക്കും ആരും ഷെയർ ചെയ്തിട്ടില്ല. പിന്നെ ഈ വണ്ടിയുടെ സർവീസ് കോസ്റ്റിനെ പറ്റി പറയുകയാണെങ്കിൽ ഇതിപ്പോൾ ഒരു 3rd സർവീസ് വരെ കഴിഞ്ഞ വണ്ടിയാണ്. ഒരു 1100 1200 ആ റേഞ്ചിനൊക്കെയാണ് ഇതിൻ്റെ ഒരു സർവീസ് എക്സ്പെൻസ് വരുന്നത്. പിന്നെ ഇതിനൊരു ഡ്യുവൽ പർപ്പസ് ടയറാണ് വരുന്നത്. ഈ ടയറിന് എത്രത്തോളം ലൈഫ് ഉണ്ടെന്ന് ചോദിച്ചാൽ ഈ വണ്ടി ഇപ്പോൾ ഒരു 8000 ക്ലോക്ക് ചെയ്തിട്ടുണ്ട്. നിങ്ങളിപ്പോൾ നോക്കി കാണാം ഏകദേശം ഇതിൻ്റെ ബാക്ക് ടയർ തീരാറായി, ഇനി ഒന്നും ഇല്ല വലുതായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഊഹിക്കാം ഇത് കൂടുതൽ ഈ വണ്ടി ആൾ യൂസ് ചെയ്യുന്നത് ഡെയിലി കമ്മ്യൂട്ടിങ് പോലെ ആൾ യൂസ് ചെയ്യുന്ന വണ്ടിയാണ്. അപ്പം ഒരു റോഡിലൊക്കെ ഈ ഒരു ടയറിന് ഈ ഒരു ലൈഫൊക്കെ ഉള്ളൂ. പിന്നെ ഈ വണ്ടിയുടെ ഫുഡ് പെക്കിനെ പറ്റി പറയുകയാണെങ്കിൽ പൊടിക്ക് ഒരു ഫ്രണ്ട് സെറ്റായിട്ടുള്ള ഒരു ഫുഡ് റെസ്റ്റ് ഈ വണ്ടിക്ക് വരുന്നത്. വണ്ടിയുടെ വേറൊരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ആവശ്യം എന്താണോ ആ ആവശ്യത്തിനനുസരിച്ച് ഏതൊക്കെ രീതിയിൽ ചേഞ്ചസ് ഉണ്ടാക്കാം ആ രീതിയിലെല്ലാം നിങ്ങൾക്ക് ഈ വണ്ടിയിൽ ചേഞ്ചസ് കൊണ്ടുവരാം. എന്ന് വെച്ചാൽ ഇതിന് വേണ്ടിയിട്ടുള്ള ആഫ്റ്റർ മാർക്കറ്റായിട്ടുള്ള ഇഷ്ടംപോലെ ആക്സസറീസ് അവൈലബിൾ ആണ്. ഇപ്പോൾ നിങ്ങളൊരു ലോങ് ടൂറിങ് പോകാനാണെങ്കിലുള്ള പൈനേഴ്സോ അല്ലെങ്കിൽ സാഡിൽ സ്റ്റേസോ പിന്നെ ചെറിയിക്കാൻ അങ്ങനെ നിങ്ങൾക്ക് എന്തൊക്കെ ആവശ്യമുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ എന്തൊക്കെയാണോ നിങ്ങളുടെ ആവശ്യം അതിനനുസരിച്ചുള്ള എല്ലാ ആക്സസറീസും ഈ വണ്ടിക്ക് വേണ്ടി ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. പിന്നെ ഞാൻ ഒരു കാര്യം പറയാൻ വിട്ടുപോയി. ഇതിൻ്റെ ക്രാഷ് കാർഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇതുകൊണ്ട് യൂസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഈ ക്രാഷ് കാർഡ് ഇപ്പം ബെൻഡായിട്ടിരിക്കുക. ഇതൊരു ആക്റ്റീവ ജസ്റ്റ് ഒന്ന് ഇടിച്ചപ്പം ചെറുതായിട്ട് ബെൻഡായതാണ്. ഒരു ചെറിയ വീഴ്ചയൊക്കെ സർവൈവ് ചെയ്യാനുള്ള ഒരു സ്ട്രെങ്ത് ഒക്കെ ക്രാഷ് കാർഡിനുണ്ട്. എന്നാലും നിങ്ങൾക്ക് ഇപ്പോൾ അതിലൊരു കോൺഫിഡൻസ് ഇല്ലെങ്കിൽ ആഫ്റ്റർ മാർക്കറ്റായിട്ടുള്ള ക്രാഷ് കാർഡ് അവൈലബിൾ ആണ്. അപ്പം അത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ എൻ്റെ ഒരു വീഡിയോ. ഒരു ഷോർട്ട് വീഡിയോ ആണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ അടുത്തൊരു ബൈക്കായിട്ട് കാണുന്നവരെ goodbye and ride safe. Yeah, my life is lovely now, I'm focused on me. You said you were about to die, I guess the car is on E. But see, I ain't even tripping, cause I just chose to believe that somebody gon' come around and give me just what I need.